Welcome back to online classes. I hope all of you are well prepared in our previous chapters. നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററുകളെല്ലാം രണ്ട് ചാപ്റ്റർ പോളിനോമിയൽസ് ലൈൻസ് ആൻഡ് ആംഗിൾസ് കുറേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തു. എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Our next chapter, one of the important chapter, triangle. Triangle. In this chapter, we deals with the congruence of triangles. You know what is the congruence of triangle. You already studied in the 7th standard, one chapter, congruence of triangle. Same name, congruence of triangle. Some properties of triangles you study in there, which are the SAS congruence, ASA congruence, SSS congruence, and RSS congruence. What is congruence? Congruence is just like an equality. That means, the simple example, twins, they are two persons. രണ്ടുപേരും രണ്ട് ആൾക്കാരാണ്. ബട്ട് അറ്റ് എ ലൂപ്പ് നമ്മളൊന്ന് നോക്കുമ്പോൾ എന്താ രണ്ടുപേരും ഒരുപോലെ ഇരിക്കില്ലേ? സോ ഇതാണ് കോൺഗ്രുവൻസ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഒക്കെ ഒരുപോലെ ഇരിക്കും, പക്ഷേ രണ്ട് ട്രയാങ്കിളിൻ്റെ കോൺഗ്രുവൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ 2 ട്രയാങ്കിൾസ് ആണ് എടുക്കുന്നത്. ആ രണ്ട് ട്രയാങ്കിളും ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സൈഡുകൾ ഈക്വൽ ആവാം, ആംഗിൾസ് ഈക്വൽ ആവും, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോൺഗ്രുവൻസിൻ്റെ സിമ്പലും പഠിച്ചിട്ടുണ്ട്. ദ ട്രയാങ്കിൾ ABC, triangle. This is a symbol for congruence. Two equals and this curved line. Triangle ABC congruent triangle PQR എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്? എന്ത് പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്? ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിളിലെ സൈഡുകൾ AB അതും ഈ ട്രയാങ്കിളിലെ PQ എന്ന സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ BCയും QR, ACയും PR ഈക്വൽ. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P ആയിരിക്കും, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ആയിരിക്കും, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R ആയിരിക്കും. This type of information you already studied in 7th standard. Okay, ഇതെല്ലാം 7th പഠിച്ചതാണ്. ഇതാണ് കോൺഗ്രുവൻസ്. ആ എഴുതിയിരിക്കുന്ന രീതിയിൽ നോക്കിയാൽ മതി. AB, PQ, AC, PR. കോൺഗ്രുവൻസ് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത് the same congruence rules, SSS, SAS, ASA, RHS, one more AAS, angle side. So in the 7th standard, one exercise question for you is there in AAA congruence. Did you remember? AAA congruence എന്നൊരു കോൺഗ്രുവൻസ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു കോൺഗ്രുവൻസ് ഉണ്ടോ? ആംഗിൾ ഇത് പോസിബിൾ ആണോ? ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു കോൺഗ്രുവൻസ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ജസ്റ്റ് ഒന്ന് പറയാം. സോ നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കോൺഗ്രുവൻസ് റൂളുകൾ ആദ്യം ഫസ്റ്റ് സെക്ഷനിൽ 3 റൂളാണ് പറയുന്നത്. ആ 3 റൂള് എന്താണെന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, ദെൻ അടുത്ത റൂളുകൾ, ലാസ്റ്റ് സെക്ഷനിൽ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റീസ്. ഇപ്പം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കണ്ടിന്യൂഷനുള്ള ചാപ്റ്ററാണ്. ഓക്കെ നൗ വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദ കോൺഗ്രുവൻസ് ക്രൈറ്റീരിയസ് ഫോർ ചെക്കിംഗ് ദ കോൺഗ്രുവൻസ് ഓഫ് 2 triangles. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ വേണ്ട കോൺഗ്രുവൻസ് ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് SAS congruence rule. Criteria for congruence rule, first one ആണ് SAS congruence rule. SAS congruence means side angle side congruence. എല്ലാ കോൺഗ്രുവൻസ് റൂളിലും ഡെഫിനേഷൻസ് ഉണ്ട്. കൃത്യമായത് ഡെഫിനേഷൻസിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇത് കൃത്യമായിട്ട് തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതുകയും വേണം. പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പല കോൺഗ്രുവൻസ് റൂളുകളും. First congruence rule, SAS congruence rule. Definition: 2 triangles are congruent if
two sides and the included angle of one triangle are equal to the corresponding sides and the included angle of another triangle. രണ്ട് ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ഉണ്ട് ഇവിടെ, ഇൻക്ലൂഡഡും കറസ്പോണ്ടിങ്. എന്താണ് ഈ റൂൾ പറയുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും, the true triangle are congruent if two sides and the included അവയ്ക്കിടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിനും അവയ്ക്കിടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും കോൺഗ്രുവൻ്റ് ആവും. കറസ്പോണ്ടിങ് അത് ഒരു ഇമ്പോർട്ടൻ്റ് വേർഡാണ്. ദാറ്റ് മീൻസ് ഇവിടെ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുക്കും. ഇവിടെ നോക്കും, ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം എ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പി ആർ ആണ്, ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ക്യൂ ആണ്, എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പി ക്യൂ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾ കൊടുത്തേ നോക്കുക. ഇതാ ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ് നോക്ക്, എ സിയും ബി സിയും അല്ലേ. ഒരെണ്ണം മതി. സോ ഇവിടെ എ സി എന്തിനോട് ഈക്വൽ ആണ്? പി ആർ. അതുപോലെ ബി സിയോ ആർ ക്യൂ. ആംഗിൾ നോക്കി അതൊക്കെയിടയിലുള്ള ആംഗിൾ എന്താണ്? 30 രണ്ടിടത്തില്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സൈഡുമായിട്ട് ഈക്വലായി, അവയ്ക്കിടയിലുള്ള ആംഗിളും സെയിം. അങ്ങനെയാണെങ്കിൽ SAS കോൺഗ്രുവൻസ് റൂൾ വെച്ച് ഈ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് പറയാം? ABC കോൺഗ്രുവൻ്റ് PQR. ട്രയാങ്കിൾ ABC കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ PQR. സോ വളരെ സിമ്പിളായൊരു കാര്യമാണ്. രണ്ട് ട്രയാങ്കിൾ നോക്കുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും, രണ്ട് സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് രണ്ട് സൈഡ്, കറസ്പോണ്ടിങ് ഇമ്പോർട്ടൻ്റ് വേർഡാണ്. ഏതെങ്കിലും സൈഡ് വരെ കറസ്പോണ്ടിങ് രണ്ട് സൈഡിനും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് ASA കോൺഗ്രുവൻസ് റൂൾ. ആംഗിൾ സൈഡ് ആംഗിൾ. അപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണല്ലേ. സൈഡ് ആംഗിൾ സൈഡ് ആകുമ്പോൾ എന്തായിരുന്നു? SAS ആകുമ്പോൾ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ both the triangles are congruent. Here two triangles are congruent if two angles and the included side of one triangle is equal to the corresponding two angles and the included side of another triangle. രണ്ട് ട്രയാങ്കിൾ എടുക്കുക, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിനും അവയ്ക്കിടയിലുള്ള ഇൻക്ലൂഡഡ് സൈഡും മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ആംഗിളിനും ഇൻക്ലൂഡഡ് സൈഡിനും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയിരിക്കും. സിമ്പിളാണ്. രണ്ട് ട്രയാങ്കിൾ ABCയും PQR എടുത്താൽ തന്നെ ABCയുടെ രണ്ട് ആംഗിളിനും ഇടയ്ക്കുള്ള ഒരു സൈഡും അത് മറ്റൊരു ട്രയാങ്കിളായ PQRൻ്റെ രണ്ട് ആംഗിളിനും ഇടയിലുള്ള സൈഡിനും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആയിരിക്കും. റൂൾസ് എല്ലാം പഠിക്കുക. റൂൾസ് വെച്ചുള്ള പ്രോബ്ലം ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ മൂന്നാമത്തെ റൂൾ ഏതാണെന്ന് നോക്കാം. സോ നെക്സ്റ്റ് AAS കോൺഗ്രുവൻസ് റൂൾ, ആംഗിൾ സൈഡ് കോൺഗ്രുവൻസ് റൂൾ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്, പുതിയതായിട്ട് പഠിക്കുകയാണ് നിങ്ങൾ. ഇതിനു മുമ്പ് AAS നിങ്ങൾക്കില്ല. നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആ ടെക്സ്റ്റിൻ്റെ പുറകിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ ഒരു നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. Two triangles are congruent if any two angles and one pair of corresponding sides are equal, then the two triangles are congruent. അതായത് രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് ആംഗിളും ഒരു പെയർ ഓഫ് സൈഡും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് ആംഗിളും കറസ്പോണ്ടിങ് സൈഡിനും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയിരിക്കും. സോ ഒരു ട്രയാങ്കിൾ എടുക്കുക, അതിൻ്റെ രണ്ട് ആംഗിളും ഒരു സൈഡും നോക്കുക, മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് ആംഗിളിന് ഈക്വൽ ആയാലും ആ സൈഡുകൾ രണ്ടും കറസ്പോണ്ടിങ് ആയിരിക്കണം. അത് മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു AAS കോൺഗ്രുവൻസ് റൂൾ എന്നൊരു റൂൾ പറയാൻ പറ്റുമോ എന്നിങ്ങനെ നിങ്ങൾ ചോദിച്ചു. സോറി, AAS അല്ല, AAA ആംഗിൾ എന്നൊരു റൂൾ പറയാൻ പറ്റുമോ?
പറ്റുമോ ആംഗിൾ ആംഗിൾ ആംഗിൾ? കാരണം കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? കോൺഗ്രുവൻ്റ് ആണെങ്കിൽ പിന്നെ എന്താണ്, അതിൻ്റെ സൈഡുകളെല്ലാം ഈക്വൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 7th. കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞാൽ സൈഡുകളെല്ലാം ഈക്വലാണ്, ആംഗിൾസ് എല്ലാം ഈക്വലാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണ് അല്ലേ? ഇതിൻ്റെ ട്രയാങ്കിൾ എ വെച്ച് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഈക്വലായിട്ട് ട്രയാങ്കിൾ എടുക്കാം. ഇത് ABC എന്നുള്ള ഈക്വലായിട്ട് ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളിത് പ്രൂവ് ചെയ്യൊരു പ്രോബ്ലം ആയിട്ടൊക്കെ. ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഞാൻ ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ എടുക്കുന്നു. ഈക്വലായിട്ട് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. ആംഗിൾസിന് മാറ്റം ഉണ്ടാവില്ല. ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എപ്പോഴും 60 ഡിഗ്രി ആയിരിക്കും. പക്ഷെ നമ്മൾ എത്ര സെന്റിമീറ്റർ സൈഡ് വെച്ച് വേണമെങ്കിലും ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കും അല്ലേ? ഇത് ഞാനിപ്പോൾ 5 സെന്റിമീറ്റർ ഉള്ള ഇക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. ഇത് ഞാനിവിടെ 7 സെന്റിമീറ്റർ ഉള്ളതാണ് വരച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആംഗിൾ എന്ന റൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയുന്നത്, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാമായിരുന്നു, റൂൾ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ പ്രത്യേകത എന്താണ്? കോൺഗ്രുവൻ്റ് ആണെങ്കിൽ all sides are equal, all angles are equal, all properties are equal. Look at the first triangle ABC, all angles 60 degree. All angles are 60 degree. PQRൽ എല്ലാം 60 ഡിഗ്രി ആണ് ഇല്ലേ? പക്ഷേ ABCയുടെ സൈഡുകളുടെ ലെങ്ത് എന്താണ്? 5 സെന്റിമീറ്റർ. PQRൻ്റെയോ 7 സെന്റിമീറ്റർ. അപ്പോൾ പോസിബിൾ ആണോ? രണ്ടും കോൺഗ്രുവൻ്റ് ആണോ? കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഒന്നുകിൽ രണ്ടിൻ്റെയും 5 സെന്റിമീറ്ററേ വരൂ, അല്ലെങ്കിൽ 7 സെന്റിമീറ്ററേ വരൂ. സോ 3 ആംഗിൾസും സെയിം ആണെന്ന് കരുതി നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറ്റുന്ന 5 റൂളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 3 നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ SAS കോൺഗ്രുവൻസ് റൂൾ. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 2 സൈഡിനും ഇൻക്ലൂഡഡ് ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ രണ്ടും കോൺഗ്രുവൻ്റ് ആണ്. സെക്കൻഡ് വൺ ASA. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിളും ഇൻക്ലൂഡഡ് സൈഡും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിളിനും ഇൻക്ലൂഡഡ് സൈഡിന് ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും കോൺഗ്രുവൻ്റ് ആയിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അടുത്തത് AAS. 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും 2 ആംഗിളും ഒരു സൈഡും എടുക്കുക, മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 ആംഗിളിനും കറസ്പോണ്ടിങ് സൈഡിനും ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ AAA 7th സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്, AAA എന്നൊരു റൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, അത് എക്സിസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ കാരണം ഇതാണ്. ഇതൊരു എക്സാമ്പിളാണ്. വേറെ ഇതിൽ നമുക്ക് ഒരുപാട് രീതി പ്രൂവ് ചെയ്ത് കാണിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ പല ലെങ്തുകൾ ഉപയോഗിച്ച് നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാം. ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും, പക്ഷേ സൈഡുകളുടെ ലെങ്ത് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇത് വെച്ച് വന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സസൈസും എക്സ്ട്രാ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ഇൻ quadrilateral ABCD, quadrilateral means 4-sided polygon. This is a quadrilateral ABCD. Given that AC equal to AD, ഈ 2 സൈഡുകൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. And AB bisects angle A. AB bisects ഈ AB എന്ന ലൈൻ ഈ ആംഗിൾ A ബൈസെക്ട് ചെയ്യുന്നു. That means these 2 angles are equal. Angle CAB equal to angle DAB. Okay. Then show that triangle ABC congruent to triangle ABD. ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. വാട്ട് ക്യാൻ യു സേ അബൌട്ട് BC ആൻഡ് BD? BCയും BDയെ കുറിച്ച് എന്ത് പറയാമെന്നാണ് ചോദ്യം. അതിന് നമുക്ക് കോൺഗ്രുവൻ്റ് പ്രൂവ് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുന്നത്? കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാൻ നമ്മുടെ ഇപ്പോൾ 3 ക്രൈറ്റീരിയകളാണ് നമ്മുടെ കയ്യിലുള്ളത്. SAS കോൺഗ്രുവൻസ് റൂള്, ASA കോൺഗ്രുവൻസ് റൂള്, AAS കോൺഗ്രുവൻസ് റൂള്. അതിലേതെങ്കിലും പോസിബിൾ ആണോ നമുക്ക് നോക്കാം. നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കാം. വെറുതെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് SAS കോൺഗ്രുവൻസ് റൂൾ വേണമെങ്കിൽ 2 സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും തമ്മിലുള്ള ബന്ധം വേണം 2 ട്രയാങ്കിളിലെ. ASA വേണമെങ്കിൽ 2 ആംഗിളും ഇടയ്ക്കുള്ള സൈഡിൻ്റെയും ബന്ധം വേണം. AAS ആണെങ്കിൽ 2 ആംഗിളും ഒരു സൈഡുണ്ട്. ഏതെങ്കിലും പോസിബിൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 2 സൈഡുകൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? Even the 2 sides are equal on each triangle. On the first triangle AC and the second triangle AD. 2 triangles are equal. Then 2 angles are equal. AB bisects angle A means this angle and this angle are equal. But these angles are on different triangles. So നമുക്ക്
ഓരോ സൈഡും ഓരോ ആംഗിളും കിട്ടി. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ലുക്ക് ദിസ് സൈഡ് എ ബി. ദ സൈഡ് എ ബി ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുണ്ട് ആര്? എ ബി. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു സൈഡ് ഇടയിലുള്ള ആംഗിൾ, ഇതിന് കറസ്പോണ്ടിങ് ആണ് ഇവിടുത്തെ ഈ സൈഡ്. എ ബിക്ക് കറസ്പോണ്ടിങ് എ ബി തന്നെ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സൈഡിനും അവയ്ക്കിടയിലുള്ള ആംഗിളുമായ മറ്റൊരു ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ഏത് റൂൾ വെച്ച്? SAS കോൺഫറൻസ് റൂൾ വെച്ച് രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. quadrilateral ABCD നമുക്ക് വേണ്ടതൊക്കെ എഴുതാം. AC ഈക്വൽ ടു AD. റീസൺ അല്ലാത്ത എഴുതുന്നത് ഇവിടെ തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഗിവൺ. ഓക്കെ. നെക്സ്റ്റ് AB ഈക്വൽ ടു AB അല്ലേ? രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ട് AB ആണുള്ളത്. റീസൺ കോമൺ. ഇനി നമ്മുടെ ആംഗിൾ അല്ലേ? രണ്ട് സൈഡ് ഇനി ഏതാണ് ആംഗിൾ ഉള്ളത്? ഫസ്റ്റ് ട്രയാങ്കിൾ CAB. ആംഗിൾ CAB which is equal to angle DAB. റീസൺ എന്താണ്? രണ്ട് ഈക്വൽ. എന്താണ് അതിന്റെ റീസൺ? ക്വസ്റ്റ്യൻ തരുന്നുണ്ട് AB bisects ആംഗിൾ A. ഇപ്പൊ നമുക്ക് മൂന്ന് കാര്യങ്ങൾ അല്ലേ? സൈഡ് ആംഗിൾ. നമുക്കിനി എഴുതാം എന്താണ്? യൂസിങ് SAS കോൺഗ്രൻസ് റൂൾ എന്നോ ബൈ SAS കോൺഗ്രൻസ് റൂൾ എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ബൈ SAS കോൺഗ്രുവൻസ് റൂൾ. SAS കോൺഗ്രുവൻസ് റൂൾ വെച്ച് എന്താണ്? ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ABD. അല്ലെങ്കിൽ നമുക്ക് ഈ കോൺഗ്രുവൻസ് തെറ്റ് ബ്രാക്കറ്റിൽ അതിന്റെ റൂള് ഡിനോട്ട് ചെയ്താലും മതി. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് BC ആൻഡ് BD? BCയും BD നോക്കുക. ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. BCയും BD എന്താ? ആ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലേ? രണ്ട് ട്രയാങ്കിള് കോൺഗ്രുവന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ. അപ്പം BCയും BDയെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? BC ഈക്വൽ ടു BD. ഇതിന്റെ റീസൺ എന്താണ്? ഇതിനൊരു റീസൺ ഉണ്ട്. അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, CPCT എന്ന്. അതിന്റെ എക്സ്പാൻഷൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കാണിക്കാം. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് triangles are equal. കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് പാർട്ട് എല്ലാം ഈക്വൽ ആണ്. ഇത്രയും ലെങ്ത് ആയിട്ട് എഴുതുന്നതിന് എന്ത് എഴുതിയാൽ മതി? BC ഈക്വൽ ടു BD ആയ കാരണം CPCT. കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഓക്കെ. സോ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ നമ്മളിത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുകയാണ്. എന്താണ് പഠിച്ചത്? ഫസ്റ്റ് പഠിച്ചത് SAS കോൺഗ്രുവൻസ് റൂൾ. ഇത് പിന്നെയും റൂൾസ് പറയുന്നത് ബൈ ഹാർട്ട് ആവാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് എളുപ്പമാണെന്ന് തോന്നും, ചിലപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ തോന്നും. സോ SAS കോൺഗ്രുവൻസ് റൂൾ മീൻസ് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് രണ്ട് സൈഡിന് ഇൻക്ലൂഡഡ് ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ ഓ ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്. അടുത്തത് ASA കോൺഗ്രുവൻസ് റൂൾ. ടു ആംഗിൾ ആൻഡ് ദ ഇൻക്ലൂഡഡ് സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ is equal to the corresponding two angles and included side of another triangle, then the both triangles are congruent. Third one, AAS congruence rule. Any two angle at one side of one triangle are equal to the any two angles of another triangle and corresponding side. രണ്ട് ആംഗിളും ഏതെങ്കിലും ഒരു സൈഡും മറ്റൊരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിളിനും കറസ്പോണ്ടിങ് സൈഡിന് ഈക്വൽ ആണെങ്കിൽ AAS കോൺഗ്രുവൻസ് റൂൾ വെച്ച് രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. എല്ലാം പാർട്ടാണ് ചോദിക്കുന്നത്. എല്ലാം 2, 3, 4 പാർട്ട് വീതമായിരിക്കും. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നതിനകത്തുനിന്ന് ഹിൻറ്റ്, സെക്കൻഡ് പാർട്ടിലോട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ ഈ റൂളുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.
നമുക്ക് അടുത്ത ചാപ്റ്റർ ക്വാഡ്രിലാറ്ററൽ ഏരിയസ് ഓഫ് പാരലോഗ്രാം അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും കോൺഗ്രുവൻസ്, ഈ ട്രയാങ്കിൾ കോൺഗ്രുവൻസ് ഈസ് ദ ബേസ്. കോൺഗ്രുവൻസ് വെച്ച് പ്രൂവ് ചെയ്യുന്നതിന് എല്ലാം ബേസ് ട്രയാങ്കിൾ കോൺഗ്രുവൻസ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്റർ, ഈ ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ കോൺഗ്രുവൻസ് ആപ്ലിക്കേഷൻ ക്വാഡ്രിലാറ്ററൽ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ഏരിയസ് ഓഫ് പാരലോഗ്രാം, സർക്കിൾ എല്ലാത്തിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരും. സോ കോൺഗ്രുവൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇമ്പോർട്ടൻറ്റ് പാർട്ടാണത്. ഇത് മിസ് ചെയ്യുകയേ ചെയ്യരുത്, കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. ഇതൊരു ബേസിക്കാണ്, ബേസിക് യൂണിറ്റ് ആണ്. നമ്മുടെ ബോഡിയുടെ ജീവൻ്റെ ഘടകം നമ്മൾ പറഞ്ഞില്ലേ, ബേസിക് യൂണിറ്റ് ഓഫ് അവർ ബോഡി, സെല്ലെന്ന് പഠിക്കുന്നില്ലേ, അതുപോലെ ഈ കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്യാനുള്ളതിൻ്റെ ഏറ്റവും ബേസിക്കാണ് ട്രയാങ്കിൾ കോൺഗ്രുവൻസ്. സോ ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, വ്യക്തമായി തന്നെ പഠിച്ചിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ക്ലിയർ ആയി വരും. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. കൃത്യമായിട്ട് പഠിക്കുക, ഈ റൂൾസ് കൃത്യമായിട്ട് പഠിക്കുക, പ്രോബ്ലം ചെയ്ത് നോക്കുക. സോ സ്റ്റഡി ഡീപ്ലി, സ്റ്റഡി കെയർഫുള്ളി. ഓക്കെ, കഴിവതും ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ സ്റ്റുഡൻസ്, ടുഡേ വി കൺക്ലൂഡ് അവർ സെക്ഷൻ. വിൽ വി സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് മോർ പ്രോബ്ലംസ്. സോ സ്റ്റഡി കെയർഫുള്ളി, സ്റ്റഡി ഡീപ്ലി ദിസ് സെക്ഷൻ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. പിന്നെയും പറയുന്ന അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.